ഇന്ന് നമുക്ക് 2024-ൽ നടന്ന LPST ക്വസ്റ്റ്യൻ പേപ്പറിലെ 100 ചോദ്യങ്ങൾ പരിശോധിക്കാം. 1. താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണഗുരുവിന്റെ കൃതി അല്ലാത്തത് ഏതാണ്? എ. ദൈവദശകം. ബി. പ്രാചീന മലയാളം. സി. ആത്മോപദേശ ശതകം. ഡി. ദർശനമാല. ഉത്തരം ബി. പ്രാചീന മലയാളം. 2. ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം? എ. ലോത്തൽ. ബി. മോഹൻജോദാരോ. സി. കേത്രി. ഡി. ധോളവീര. ഉത്തരം സി. കേത്രി. 3. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? എ. 1936 ജനുവരി 12. ബി. 1936 ഡിസംബർ 12. സി. 1936 ഒക്ടോബർ 12. ഡി. 1936 നവംബർ 12. ഉത്തരം ഡി. 1936 നവംബർ 12. 4. ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? എ. പട്ടം എ. താണുപിള്ള. ബി. ഇക്കണ്ടവാര്യർ. സി. അക്കമ്മ ചെറിയ. ഡി. എൻ. വി. ജോസഫ്. ഉത്തരം ഡി. എൻ. വി. ജോസഫ്. 5. CSIRന്റെ പൂർണ്ണരൂപം? ഉത്തരം എ. ദ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റീസർച്ച്. 6. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഡി. വാഗ്ഭട്ട് ആനന്ദൻ. 7. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാം? 1. സരോജിനി നായിഡു. 2. മഹാദേവി ചതോപാധ്യായ. 3. നെല്ലി സെൻഗുപ്ത. 4. ആനി ബസന്റ്. ഉത്തരം 1, 3, 4 ശരിയാണ്. 8. ക്യൂണിഫോം ലിപി ഏതു സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. 9. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം എ. ഇന്ത്യ വിൻസ് ഫ്രീഡം സുഭാഷ് ചന്ദ്ര ബോസ്. 10. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ ക്രമീകരിക്കുക. 1. ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു. 2. വാഗൺ ട്രാജഡി. 3. മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. 4. ചൗരി ചൗര സംഭവം. 1. ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു 1931. 2. വാഗൺ ട്രാജഡി 1921. 3. മിന്റോ മോർലി പരിഷ്കാരങ്ങൾ 1909. 4. ചൗരി ചൗര സംഭവം 1922. ശരിയായ ഉത്തരം ഡി. 3, 2, 4, 1. 11. 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആര്? ഉത്തരം ബി. ആർ. ചമ്പകലക്ഷ്മി. 12. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഉത്തരം ഡി. രഘുവേന്ദ്ര തൻവാർ. 13. പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഡി. ബില്ലുകൾ അംഗീകരിക്കൽ. 14. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരം ബി. ഉപദ്വീപീയ പീഠഭൂമി. 15. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഉത്തരം എ. രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. 16. ജെറ്റ് വിമാനങ്ങളുടെ സുഗമസഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഉത്തരം സി. സ്ട്രാറ്റോസ്ഫിയർ. 17. സാമൂഹീകരണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു. 2. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു. 3. പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നു. ഉത്തരം 3ഉം ശരിയായ പ്രസ്താവന ആണ്. 18. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ബി. കേരളം. 19. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏത്? ഉത്തരം സി. ഛത്തീസ്ഗഡ്. 20. താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കൂ. 1. ഫെർമി. 2. ആങ്സ്ട്രം. 3. അസ്ട്രോണമിക്കൽ യൂണിറ്റ്. 4. പ്രകാശവർഷം. ഉത്തരം എല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. 21. താഴെ കൊടുത്തിരിക്കുന്നതിൽ സംരക്ഷിത ബലത്തിന്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ്? ഉത്തരം എ. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിക്കുന്നു. 22.
ഒരു ആദർശവാതകത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത ദ സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ്മ പി ഓവർ റോ ആണ്. ഇവിടെ ഗാമ എന്നത് എന്താണ്? ഉത്തരം ബി. സി പി, സി വി എന്നിവയുടെ അനുപാതം. 23. ചെറിയ പിസ്റ്റണിന്റെ വ്യാസം 2 സെന്റിമീറ്ററും വലിയ പിസ്റ്റണിന്റെ വ്യാസം 10 സെന്റിമീറ്ററുമാണ്. ചെറിയ പിസ്റ്റണിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ വലിയ പിസ്റ്റണിൽ ലഭിക്കുന്ന ബലം എത്ര? ഉത്തരം സി. 25 N. 24. പോസിറ്റീവ് 2.5 ഡയോപ്റ്റർ പവർ ഉള്ള ഒരു ലെൻസിന് മുന്നിൽ 50 സെന്റിമീറ്റർ അകലെ വസ്തു വച്ചാൽ ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ രേഖീയ ആവർത്തനം എത്ര? ഉത്തരം സി. നെഗറ്റീവ് 0.25. 25, 50 ഓം, 100 ഓം, 200 ഓം എന്നീ പ്രതിരോധമുള്ള ബൾബുകൾ 200 VDC സ്രോതസ്സുമായി സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും കൂടിയ പവർ ഏത് ബൾബിനാണ്? ഉത്തരം സി. 50 ഓം. 26. നൽകിയിരിക്കുന്ന വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൽ 2 ഓം, 4 ഓം, 3 ഓം, 6 ഓം ഗാൽവനോമീറ്ററിലൂടെയുള്ള കറന്റ് എത്ര? ഉത്തരം എ. 0 ആംപിയർ. 27. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയെ പഠിക്കാൻ 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഉത്തരം സി. എക്സ്പോസാറ്റ്. 28. ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. L1 ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. 2. ഇതിൽ ആകെ 7 പേലോഡുകൾ ഉണ്ട്. 3. ഇത് സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. ഉത്തരം എ. 1, 2, 3. മൂന്നും ശരിയാണ്. 29. നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത്? ഉത്തരം എ. 3D. 30. ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന് വിളിക്കുന്നത്? ഉത്തരം ഡി. 16. 31. താഴെ നൽകിയിരിക്കുന്നതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏത്? ഉത്തരം ബി. PCl5 അഥവാ ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. 32. STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം എത്ര? ഉത്തരം സി. 44.8 ലിറ്റർ. 33. ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഉത്തരം ബി. ഹെൻറീസ് നിയമം. 34. താഴെ കൊടുത്തിരിക്കുന്നതിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്? ഉത്തരം സി. HG സെൽ എന്നാൽ മെർക്കുറി സെൽ. 35. മോൾസ് അഥവാ മോണ്ട് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? ഉത്തരം എ. നിക്കൽ. 36. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹ വാതകം ഏതാണ്? ഉത്തരം സി. CO2. 37. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞനാര്? ഉത്തരം ഡി. ആൽബർട്ട് ഐൻസ്റ്റീൻ. 38. ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവം എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം ബി. പ്ലിയോട്രോപിസം. 39. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാര്? ഉത്തരം ബി. കാൾ ലിനേയസ്. 40. ജേക്കബ്സൺസ് ഓർഗൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി. ഗന്ധം. 41. താഴെ തന്നിരിക്കുന്നവയിൽ വീഡ് കില്ലർ കളനാശിനിയായി ഉപയോഗിക്കുന്നത് ഏത്? ഉത്തരം ഡി. 2, 4D. 42. ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ബി. സെപ്റ്റംബർ 21. 43. ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം സി. വിറ്റമിൻ ഇ. 44. ലോകാരോഗ്യ സംഘടന WHO നിർദ്ദേശിച്ച ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ്. ഉത്തരം ബി. ഡോട്ട്സ് അഥവാ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. 45. ബേർഡ് ഐ ചെലി അഥവാ ബേഡ് ഐ മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്തത്? ഉത്തരം ഡി. മിസോറാം. 46. ഒരു വാട്ടർ ടാങ്കിൽ 10 അര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിന്റെ മുക്കാൽ ഭാഗം നിറഞ്ഞു.
ടാങ്ക് പൂർണ്ണമായി നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ് എത്ര? ഉത്തരം ബി 14 ലിറ്റർ. 47. 0.48 into 5.6 into 0.28, all divided by 3.2 into 0.21 into 0.14, equals what? Answer A. 8. 48. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ് എത്ര? ഉത്തരം ഡി 10 ഡിഗ്രി. 49. What is the square root of 4 plus the square root of 21 plus the square root of 13 plus the square root of 8 plus the square root of 1? ഉത്തരം സി 3. 50. 8 സംഖ്യകളുടെ ശരാശരി 32 ആണ്. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31 ആയി. ഒഴിവാക്കിയ സംഖ്യ ഏത്? ഉത്തരം ഡി 39. 51. 4a സമം 6b സമം 8c ആയാൽ a/b/c എത്ര? ഉത്തരം സി 6:4:3. 52. ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. അവ യഥാക്രമം 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. അവ എല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങിയതിനു ശേഷം 30 മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങും? ഉത്തരം എ 5. 53. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ആ ജോലി എല്ലാവരും ഒന്നിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും? ഉത്തരം ബി 2 ദിവസം. 54. എ എന്ന സ്ഥലത്തുനിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റേഴ്സ് ആണ്. കാറിന്റെ വേഗം സ്കൂട്ടറിന്റെ ഇരട്ടിയാണ്. കാർ 3 മിനിറ്റ് നിർത്തിയിട്ടും രണ്ടും ഒരേ സമയത്ത് എത്തി. കാറിന്റെ വേഗത എത്ര? ഉത്തരം ഡി 100 km/h. 55. 20. 40. 22. 38. 26. 34. ഡാഷ് എന്ന സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യകൾ ഏതെല്ലാം? ഉത്തരം ബി 28. 32. 56. 5% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപ ആണെങ്കിൽ മുതലായ തുക എത്ര? ഉത്തരം ബി 4 ലക്ഷം രൂപ. 57. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. ആദ്യത്തെ സംഖ്യ ഏത്? ഉത്തരം സി 9. 58. 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാനിന് 20% കൂട്ടി പരസ്യവില നിശ്ചയിച്ച് 10% ഡിസ്കൗണ്ടിൽ വിറ്റു. ലാഭശതമാനം എത്ര? ഉത്തരം എ 8%. 59. 1 മീറ്റർ നീളമുള്ള കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുരത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ് എത്ര? ഉത്തരം ബി 625 സെന്റിമീറ്റർ സ്ക്വയർ. 60. ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസത്തിനായി 25% ചെലവഴിക്കുന്നു. ഇത് പൈ ചാർട്ടിൽ കാണിക്കുമ്പോൾ കേന്ദ്രകോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഉത്തരം ഡി 90 ഡിഗ്രി. 61. ആദിരൂപങ്ങൾ അഥവാ ആർക്കടൈപ്സ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ടുവെച്ച മനഃശാസ്ത്രജ്ഞനാര്? ഉത്തരം എ കാൾ ഗുസ്താവ് യൂങ്. 62. 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ്. ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ്? ഉത്തരം സി വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. 63. നിഷേധം, ദമനം, യുക്തീകരണം, താദാത്മീകരണം, ആക്രമണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി സമായോജനം. 64. ഓർമ്മയുമായി ബന്ധപ്പെട്ട സമഗ്രപഠനം നടത്തിയ ജെ.ബി. വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധനാര്? ഉത്തരം എ കാൾ ലാഷ്ലി. 65. പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ പരിഷ്കരണരേഖയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണ് ഇത്? ഉത്തരം ഡി 1854 വുഡ്സ് ഡിസ്പാച്ച്. 66. ഭൂതദയ, അക്രമരാഹിത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ബി
മധ്യമ സവിശേഷതകൾ. 67. ദ നേച്ചർ ഓഫ് പ്രജുഡിസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ബി. ഗോർഡൻ വില്ലാർഡ് ആൾപോർട്ട്. 68. ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏതുതരം ജന്മവാസനയിൽപ്പെടുന്നു? ഉത്തരം ഡി. ആത്മസ്ഥാപനം. 69. അഭിപ്രേരണയെക്കുറിച്ചുള്ള ഹിൽഗാർഡിന്റെ വിഭജനത്തിൽപ്പെടാത്തത് ഏത്? ഉത്തരം സി. ധാരണം. 70. ധാർമ്മിക വികാസഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തന്റേതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാര്? ഉത്തരം ബി. ലോറൻസ് കോൾബർഗ്. 71. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിന് എന്താണ് പറയുന്നത്? ഉത്തരം എ. പഠനാന്തരണം. 72. ബിംബനഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജ് എന്നത് ഏത് പഠനസിദ്ധാന്തത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്? ഉത്തരം സി. വൈജ്ഞാനിക പഠന സിദ്ധാന്തം. 73. താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഡി. സംവാദാത്മക പഠനം. 74. മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിയൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ടുവെച്ച വിദ്യാഭ്യാസ ചിന്തകനാര്? ഉത്തരം സി. പ്ലേറ്റോ. 75. മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയതലത്തിൽ പ്രശസ്തമായ സ്ഥാപനം ഏത്? ഉത്തരം ബി. NIMH അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത്. 76. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതനാര്? ഉത്തരം ബി. സി. എൽ. ഹൾ. 77. ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം എ. വൈകാരിക വികാസം. 78. ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ അഥവാ തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് ഉൾപ്പെടാത്ത ഘടകം ഏത്? ഉത്തരം എ. മാതൃക നൽകൽ. 79. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? ഉത്തരം ഡി. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. 80. വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാര്? ഉത്തരം ഡി. ഡാനിയൽ ഗോൾമാൻ. പാസേജ്. Like a good conversation, a good public speech is tuned to listeners. As you converse with people in social situations, you learn to monitor their reactions. If they look confused, you try to explain yourself more clearly. You may even give an example or tell a story. If they frown, you may replace an idea or present evidence that supports your views. If they smile or nod, you may feel you have the green light to develop your thoughts. If good conversations are interactive and audience-centered, effective speeches are even more so. 81. What should a speaker do if the listeners disagree with him or her? ഉത്തരം സി. Give evidence. 82. What is the main theme of the passage? ഉത്തരം സി. Qualities of a good public speech. 83. The term green light indicates that the speaker. ഉത്തരം എ. May continue. 84. One of the students not willing to do the exercise. ഉത്തരം ബി. Was. 85. My teacher is interested reading novels. ഉത്തരം എ. In. 86. The police had noticed women entering the room without permission. ഉത്തരം ബി. The. 87. The doctor had already left when the patient the hospital. ഉത്തരം ഡി. Reached. 88. Which of the following is closest in meaning to the word conviction? ഉത്തരം എ. Strong belief. 89. The receptive skills are. ഉത്തരം എ. Listening and reading. 90. Which of the following is a scoring indicator of speech? ഉത്തരം സി. Intelligibility. 91. 6 മലയാളിക്കു 100 മലയാളം, അര മലയാളിക്കുമൊരു മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല എന്ന വരികൾ ആരുടേതാണ്? ഉത്തരം ഡി. സച്ചിദാനന്ദൻ.
92. കേരള മൊപ്പസാൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം ബി. കാരൂർ നീലകണ്ഠപിള്ള. 93. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം ഏത്? ഉത്തരം എ. കമ്പിളിക്കുപ്പായം. 94. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏത്? ഉത്തരം ബി. മേശ. 95. മലയാളത്തോടൊപ്പം മറ്റൊരു ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്. ഏത് ഭാഷ? ഉത്തരം സി. സംസ്കൃതം. 96. കലാതിർ എന്നതിന് സമാനപദമല്ലാത്തത് ഏത്? ഉത്തരം എ. രവി. 97. ശ്രവണ നൈപുണ്യയുടെ വികാസത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണമെന്ത്? ഉത്തരം ഡി. ശരി. 98. കൈകൊണ്ട് കീറുന്നതിനുവേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്? ഉത്തരം സി. ശാരീരിക ചാലക വികാസം. 99. ഇപ്പോൾ നിലവിലുള്ള ഭാഷാപഠനരീതി ഏതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഉത്തരം ബി. ആശയാവതരണ രീതി. 100. ഭാഷയുമായി ബന്ധപ്പെട്ട പഠനപ്രക്രിയ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ടുന്ന സൂചകങ്ങൾ ഏത്? ഉത്തരം ഡി. മേൽ സൂചിപ്പിച്ച എ, ബി, സി എല്ലാം. താങ്ക് യു ഫോർ വാച്ചിങ്.